ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്താ എന്തു പറ്റി? എങ്ങനുണ്ട്? നന്നായിട്ടുണ്ടോ തന്റെ കട്ട്ലറ്റ്? എന്നാലും എന്റെ കട്ട്ലറ്റ് പരമ്പര ദൈവങ്ങളെ, ചെമ്പകശ്ശേരി ഓടി ചതി വേണ്ടായിരുന്നു. ഒരു കട്ട്ലറ്റ് കൂടെ എടുക്കട്ടെ. ഏട്ടത്തി, ഞാൻ മായയാ. അയ്യോ മാഡം പറഞ്ഞാട്ടെ. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? ഇവിടെ എല്ലാവർക്കും സുഖം തന്നെയാ. എന്താ ഏട്ടത്തി പറയുന്നതിലൊരു വിശ്വാസം ഇല്ലാത്ത പോലെ? അയ്യോ ഒന്നുമില്ല, ഞാൻ പറഞ്ഞത് നേരാ. എന്നിട്ട് ഞാൻ അറിഞ്ഞത് അങ്ങനെയൊന്നും അല്ലല്ലോ. എന്തറിഞ്ഞു? ഏട്ടത്തി ഒളിക്കൊന്നും വേണ്ട, അവിടെ നടക്കുന്നതൊക്കെ എനിക്കറിയാം. എന്റെ കൊച്ചിനെ ആ ആത്മജയും ഗോമതിയും കൂടി പെടുത്തി കൂട്ടുകയല്ലേ? ചില കൊച്ചു കൊച്ചു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇനി കുഴപ്പങ്ങൾ ഉണ്ടായതിനു ശേഷം നിങ്ങളത് ഗൗരവമാക്കുമല്ലേ? അയ്യോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മാഡം, ഇവിടുത്തെ മുത്തശ്ശി പാവാ. പക്ഷെ അവരറിയാതെ ഗോമതി ആമിമോളും ഒക്കെ കളിക്കുന്നേ. പിന്നെ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ അവരെ ഒതുക്കുന്നുണ്ട്. എന്നാലും എന്റെ കണ്ണു വെട്ടിച്ച് ചില ലീലാവിലാസങ്ങൾ ഇല്ലാതെയില്ല. ഹലോ ഹലോ, കർത്താവേ. ശ്രീനി, ഞാനൊരു കാര്യം പറഞ്ഞ ദേഷ്യപ്പെടരുത്. നീ കാര്യം പറ. നമ്മുടെ മോളെ എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വരണം. എന്താ നീ പറഞ്ഞ? പറഞ്ഞത് കേട്ടില്ലേ? അവളെ ഇനി അവിടെ നിർത്താൻ പറ്റില്ല. ഇതെല്ലാം കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പ് ഞാൻ നിന്നോട് പറഞ്ഞു. അപ്പൊ അവളുടെ വരവ് മുടക്കാൻ നീ എന്തെല്ലാം സാഹസങ്ങളാ കാണിച്ചേ. അന്നങ്ങനെ പറ്റിപ്പോയി. പക്ഷേ ഇപ്പൊ എനിക്ക് അവളെ വിളിച്ചോണ്ട് വന്നേ പറ്റൂ. ഈ മനംമാറ്റത്തിന്റെ കാരണവും കൂടെ ഉണർത്തിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. അതെന്തെങ്കിലും ആവട്ടെ, കൂടെ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ശ്രീനി പറഞ്ഞാൽ മതി, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. അയ്യോ, എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലേ, സന്തോഷേ ഉള്ളൂ. ഞാൻ അവളുടെ അച്ഛനായി പോയില്ലേ, പോരാത്തനും നിന്റെ ഭർത്താവും. അപ്പൊ നിങ്ങളൊക്കെ അനുസരിച്ചല്ലേ പറ്റൂ. വാ, എത്രയും പെട്ടെന്ന് പോയേക്കാം. ശ്രീനി, ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അവളിവിടെ വരുമ്പോ പഴയ പോലെ പീഡിപ്പിക്കാൻ പാടില്ലെന്നല്ലേ? ഒരിക്കലും. കാരണം ഞങ്ങൾ തമ്മിൽ എല്ലാ കാര്യത്തിലും ഒരു ധാരണയായിട്ടുണ്ട്. എന്ത് ധാരണ? അത് നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാനും എൻ്റെ മോളും തമ്മിലുള്ള ധാരണയല്ലേ. ഏതായാലും ടോർച്ചറിങ്ങും പീഡനമൊന്നും തൽക്കാലമല്ല. അത് നിനക്ക് വിശ്വസിക്കാം. എന്നെ പൂർണ്ണമായിട്ട് വിശ്വാസമാണെങ്കിൽ കൂടെ കൊണ്ടുപോവുകയും ചെയ്യാം. ശരി, പോവാം. മോളെ, അവിടെ തലേന്ന് വന്നിട്ടുണ്ട്. ആര്? കളക്ടറും ഭാര്യയോ?
ആ വരവ് കണ്ടിട്ട് എന്തോ ഒരു പന്തികേടുണ്ട്. ഓഹോ, മോളെ സുഖമല്ലേ മോളെ? മുത്തശ്ശി എവിടെ മോളെ? മുത്തശ്ശിയും ക്ലാരമേടത്തെയും കൂടെ പുറത്തു പോയിരിക്കാം. അയ്യോടാ, ഛേ, അത് കഷ്ടമായി പോയല്ലോ. ഞങ്ങൾ മുത്തച്ഛയെ കാണാനാ പ്രധാനമായിട്ട് വന്നേ. അല്ലേ ഭയ? ആ അല്ല, ആദ്യമനോട് പോയി ക്ലാസ് പോയാ? ഓ, ആരും ഒളിഞ്ഞു നിന്നൊന്നും നോക്കണ്ട. കാണാനും വലതും പറയാനും ഉള്ളവർക്ക് രംഗത്തേക്ക് വരാം. ഇവിടെ ആരും ഒളിഞ്ഞു നോക്കിയൊന്നുമില്ല. ആരാ വന്നേന്ന് നോക്കിയതേ ഉള്ളൂ. എന്റെ വീട്ടിലേതായാലും ഒളിഞ്ഞു നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ സംഗതി ഗംഭീര നാത്തും പോരല്ലേ? സമയം കളയണ്ട, നമുക്ക് വേഗം മോളെ വിളിച്ചുകൊണ്ടങ്ങ് പോവാം. ഏതായാലും വന്നതല്ലേ, കുറച്ചു നേരം ഇരുന്നിട്ട് പോവാം അല്ലേ ശ്രീനി? പിന്നെന്താ, ഇരുന്നിട്ട് പോ. ചായയും കാപ്പിയും ഒന്നും ഇപ്പൊ വേണ്ട. ഞങ്ങള് വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാ ഇറങ്ങിയത് അല്ലേ ശ്രീനി? അതെ അതെ. അല്ല തന്നെ ആര് കൊടുക്കാൻ പോന്നു? ഗാർഹിക പീഡനം, ഭർത്തൃ സഹോദരി അറസ്റ്റിൽ. തൊടുപുഴ നവവധുവിനെ നിരന്തരം ഉപദ്രവിച്ച ഭർത്താവിന്റെ സഹോദരിയെ പെൺകുട്ടിയുടെ മാതാവിന്റെ പരാതിയെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. ചെമ്മണ്ണൂർ കല്ലേറ്റുപറമ്പിൽ ഷാഹിദ 32 പോലീസ് പിടിയിലായത്.